ശുദ്ധമായ സംസം വെള്ളം മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണമാണ്, പാനീയമാണ്, രോഗശമനത്തിനുള്ള മരുന്നാണ്, ആശ്വാസത്തിൻ്റെ തെളിനീരാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്പർശനത്താൽ ഉറവയെടുത്ത ജലധാരയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യം കുടിക്കാൻ നൽകിയ പാനീയവുമാണത്. അങ്ങനെ മാഹാത്മ്യങ്ങളേറെയുള്ള സംസം വെള്ളം, ആ സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് നാഫിയായ ഇൽമിനെ ആവശ്യപ്പെടുകയാണ്, വിശാലമായ റിസ്ഖിനെ അഭ്യർത്ഥിക്കുകയാണ്, അതുപോലെ തന്നെ സിഹർ, കണ്ണേറ് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ശമനവും ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സിഹർ പോലെയുള്ള പൈശാചിക പ്രശ്നങ്ങളുള്ളവർ സംസം കുടിക്കുന്നത് പതിവാക്കേണ്ടതാണ്. അത് മക്ക നാട്ടിലല്ലാത്തവർക്ക് സുലഭമായി കിട്ടണമെന്നില്ല. അതിനാൽ സംസമിൻ്റെ ഒരു തുള്ളി മറ്റ് പച്ചവെള്ളത്തിലേക്ക് കലർത്തിയിട്ടാണെങ്കിലും ദിവസവും അതിനെ കുടിക്കുന്നത് ശീലമാക്കുക. അങ്ങനെ നിത്യമായി സംസം കലർന്ന വെള്ളമെങ്കിലും കുടിച്ചാൽ നമ്മുടെ രക്തധമനികളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ ഇല്ലാതെയാകും. ആരാധനാകർമ്മങ്ങളിൽ ആവേശം കൈവരും.